അതെ, ഇവിടെ നടക്കുന്ന വല്ലതും മോൾ അറിയുന്നുണ്ടോ? എന്താ ചേച്ചി? ഈ വീട് മുത്തശ്ശി പൂജമോളുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നു. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. അവര് വേറെ വല്ലതും പറഞ്ഞപ്പോ ചേച്ചി കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ആ ബെസ്റ്റ്. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല മോളെ. ദേ, ഞാൻ കേട്ടത് അത് തന്നെ. വേണ്ട, ആ കൊച്ചു വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിക്കുന്നില്ല. എന്താടി? എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലേ? ഒന്നുമില്ല. എന്താടി? മുത്തശ്ശി, ഞാൻ കേട്ടത് നേരാണോ? ഈശ്വരാ, ചതിച്ചോ? നീ എന്താ കേട്ടത്? അല്ല, മുത്തശ്ശി ഈ വീട് പൂജയുടെ പേരിൽ എഴുതി വെക്കാൻ പോവാണെന്ന്. നീ കേട്ടത് സത്യം തന്നെയാ. പക്ഷേ അതിനിടയ്ക്ക് ആരാ നിന്നോട് വന്ന് ഇത് കളിപ്പിച്ചത്? ഇവളായിരിക്കും അല്ലേ? അയ്യോ, ഞാനല്ലമ്മേ. ഡേ, ഈ വീട്ടിൽ ഒളിഞ്ഞും പാത്തു നിന്ന് കേൾക്കുന്ന ദുസ്വഭാവം നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അമ്മേ, സത്യമായിട്ട് ഞാനല്ല. നീ വെറുതെ കള്ളയാണ ഇട്ട് ഉള്ള നന്മ കൂടി കളയണ്ട. നീ നേരത്തെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. നീ അല്ല പോലും. നീ ഒന്നും അറിയാത്ത പഞ്ചപാവം. പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. നിനക്കെന്താ അറിയണ്ടേ? ഇനി വന്നേ. ഞാൻ പൂജയുടെ പേരിൽ വീട് എഴുതി വെക്കുന്ന കാര്യമാണോ അറിയണ്ടത്? അതെ. എന്താ, അതെനിക്ക് അറിയാനുള്ള അവകാശം ഇല്ലേ? തീർച്ചയായിട്ടും. പിന്നെന്താ മുത്തശ്ശി ഇതുവരെ അത് എന്നോട് പറയാതിരുന്ന? ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതേ ഇപ്പോഴല്ലേ. ഞാൻ മനസ്സിൽ കാണുന്നതും മാനത്ത് കാണുന്ന ചിലർ ഇവിടെ ഉള്ളപ്പോ നിന്നോട് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. അല്ല മുത്തശ്ശി, ഈ വീട് എന്തിനാ അവളുടെ പേരിൽ എഴുതി കൊടുക്കുന്നേ? ഇതെന്റെ ആദ്യക്കുട്ടന്റെ വീടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അത് ഞാൻ 100 മനസ്സോടെ സമ്മതിച്ചതുമല്ലേ. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? വീട് എഴുതി കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് ആദ്യയുടെ പേരിൽ എഴുതി കൊടുത്താ പോരെ? അതെന്തിനാ പൂജയുടെ പേരിൽ എഴുതുന്നത്? ആദ്യക്കുള്ളതെല്ലാം പൂജയ്ക്കുള്ളതല്ലേ. അപ്പൊ ആരുടെ പേരിൽ എഴുതിയാലെന്താ? ആ കുട്ടിക്കൊരു സന്തോഷാവട്ടെ. അതിന് അവൾക്ക് വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത്? ഓ, അതും നീ വന്ന് വെച്ചു കൊടുത്തല്ലേ? അമ്മ, ആര് പറഞ്ഞാലും കള്ളൊന്നും അല്ലല്ലോ. കള്ളമാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. ഞാൻ ആ കുട്ടിയെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാ. എന്താ പോരെ? അതെന്തിനു വേണ്ടിയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ നിങ്ങളുടെ മുത്തശ്ശിയാ. ഈ കുടുംബം ഛിന്ന ഭിന്നമായി പോകുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഇപ്പൊ ഒന്നും ഉണ്ടായില്ല. നാളെ അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അതോർത്ത് അങ്ങ് സമാധാനിക്ക്. ദത്തേട്ടൻ എന്താ ഇത്രയും വൈകിയത്? ഞാനൊന്നും ഈ സമയത്തല്ലേ വരുന്നത്. ഇവിടെ നടക്കുന്നതെല്ലാം ദത്തേട്ടൻ അറിയുന്നുണ്ടോ? നീ പറയാതെ ഞാനങ്ങനെ അറിയുന്നേ. എന്നാ വാ. വാ. എന്താ? വരാൻ. അയ്യോ ഈശ്വരാ, കുടുംബകലഹം ഉണ്ടാവോ? ഞാൻ കേട്ടത് പറയേണ്ടിയിരുന്നില്ല. ദത്തേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ ദത്തേട്ടാ. ഇതിലിപ്പോ എന്താ ഇത്ര വലിയ പ്രശ്നം? ഈ വീട് ആദിക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ എഴുതി കൊടുത്താ എന്താ? ആദിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവന്റെ പേരിൽ എഴുതി വെക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. എങ്ങനെയായാ നമുക്കെന്താ? പൂജ അന്യൊന്നും അല്ലല്ലോ. അവന്റെ ഭാര്യയല്ലേ, ചെമ്പകശ്ശേരിയിലെ ചെറുമരുമകള്. അവക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് മുത്തശ്ശി വിചാരിച്ചാണ്.
ആദ്യം അവള് നന്നായി നോക്കാൻ വേണ്ടി മുത്തശ്ശിയുടെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. എനിക്കെന്തോ ദത്തന്റെ പോലെ ഈ കാര്യം പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതെന്റെ മിസ്റ്റേക്ക് അല്ല. ദത്തേട്ട എന്ത് പറയുമ്പോ ഈ കളിയും തമാശ വേണ്ടട്ടോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ചെമ്പകശ്ശേരി തറവാട് പാരമ്പര്യമായിട്ട് തന്നെ കൈമാറി വന്ന കുടുംബസ്വത്ത. അതങ്ങനെ ഒരാളുടെ പേരിൽ മാത്രം പെട്ടെന്ന് എഴുതി വെക്കുന്നത് ശരിയായ കാര്യമല്ല. പൂജയോട് എനിക്ക് ഒരു വിരോധം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ആ കുട്ടി സന്തോഷിക്കുന്നതിൽ അവളെക്കാൾ സന്തോഷം എനിക്ക്. പക്ഷെ മുത്തശ്ശി കാണിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ. അതിനു മുൻപ് കുടുംബസ്വത്ത് എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിക്ക് നിർബന്ധമാണെങ്കിൽ അത് ആദ്യയുടെ പേരിൽ എഴുതി വെച്ചൂടെ? ഇടിയത് മുത്തശ്ശിയല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആ പറയടോ. ആണോ? എപ്പോഴായിരുന്നു? ശരി, ഞാൻ വിളിക്കാം. എന്താ ദത്തേട്ടാ? ഓഫീസിൽ നിന്ന് ഷാനുവിന് ജാമ്യം കിട്ടിയെന്ന്. അവൻ ഇനിയും വന്ന് കുഴപ്പമുണ്ടാക്കൂ? അത് നിങ്ങൾ എനിക്ക് വിട്ടേക്കേ. മുത്തശ്ശി എന്ത് ചെയ്യാൻ പോകുന്നു? അത് ചെയ്യാൻ പറഞ്ഞാ മതിയല്ലോ. പിന്നെ തൽക്കാലം ഈ കാര്യം ആദ്യം പൂജ അറിയണ്ട. വെറുതെ അവരെ ടെൻഷൻ അടുപ്പിക്കണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ചേട്ടാ മോനെ ഷാനു, യോ മോനെ നീ വന്നോടാ.